നമസ്കാരം. എൻ്റെ പേര് ആൻസൺ പി ഡി അലക്സാണ്ടർ. ആ 130 കോടി ആളുകളിൽ നിങ്ങളുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും ഉണ്ടില്ലെന്നും എല്ലാമുള്ള ഉത്തരങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷേ ഈ 130 കോടി ആളുകളിൽ ഞാനുണ്ട്, നിങ്ങളുമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കോവിഡ് കാലത്ത് ഭാരതീയർക്ക് കിട്ടാൻ പോകുന്ന ഒരു മുട്ടൻ പണിയെക്കുറിച്ചാണ്. എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് 2020 ഡ്രാഫ്റ്റ്. ഈ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അഥവാ പരിസ്ഥിതി ആഘാത പഠനം എന്താണ് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. നമ്മളുടെ നാട്ടിൽ 1984 ഭോപ്പാലിൽ വലിയൊരു ഗ്യാസ് ട്രാജഡി നടന്നു. 3800ഓളം ആളുകൾ അന്ന് കൊല്ലപ്പെട്ടു. സർക്കാർ കണക്കിലാണ്, പക്ഷെ ശരിക്കും അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് മരണസംഖ്യ എന്നാണ് പറയപ്പെടുന്നത്. 5.5 ലക്ഷത്തോളം ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, വളരെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. ഇതിനുശേഷം 1986 നമ്മളുടെ നാട്ടിൽ ഒരു പരിസ്ഥിതി സംരക്ഷണ നിയമം, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മളുടെ നാട്ടിൽ നിലവിൽ വരുന്നത്. 1994 ആദ്യമായിട്ട് എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് നമ്മളുടെ നാട്ടിൽ വന്നു. അത് 2006 ആദ്യമായി അമെൻഡ് ചെയ്തു, 2020 വീണ്ടും അമെൻഡ് ചെയ്യുന്നു. സംഗതി വളരെ സിമ്പിളാണ്. നാട്ടിൽ വലിയ ഒരു കമ്പനി വരികയാണെങ്കിൽ ഈ കമ്പനി ഏതൊക്കെ തരത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ഏതൊക്കെ തരത്തിൽ നമ്മളുടെ പ്രകൃതിയെ ബാധിക്കും, ആ നാട്ടിലുള്ള ആളുകളെ ബാധിക്കും, ഇത് പ്രകൃതിക്ക് എത്രത്തോളം ദോഷകരമാണ് എന്നെല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുകയും ആ കമ്മിറ്റി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ കമ്പനിക്ക് അനുമതി കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ അമെൻമെൻ്റ് ആണ് 2020 വരുന്നത്, എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് 2020. ഇതിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നാട്ടിൽ ഒരു കമ്പനി വരുന്നു, ആ കമ്പനി വന്നിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പരിസ്ഥിതി മലിനീകരണം ആ നാട്ടിൽ ഉണ്ടാകുന്നു. ആ നാട്ടിൽ അത്തരത്തിലൊരു മലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ നാട്ടിലുള്ള ഏതൊരു മനുഷ്യനും അതിനെതിരെ പരാതി കൊടുക്കാൻ പറ്റും. ഈ പ്രപ്പോസൽ അനുസരിച്ച് ആ ഒരു ഓപ്ഷൻ ഇല്ലാതായിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ നാട്ടിൽ ഒരു വലിയൊരു കമ്പനി വരുന്നു, ആ കമ്പനി അവിടെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പരിസ്ഥിതിയെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ നാട്ടിലുള്ള പൊതുജനത്തിന് കമ്പനിക്കെതിരെ പരാതി കൊടുക്കാൻ സാധിക്കില്ല. പകരം ആ കമ്പനി തന്നെയാണ് കമ്പനിക്കെതിരെ പരാതി കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻറ്റ് ആണ് പരാതി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് പരാതി കൊടുക്കേണ്ടത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞാൻ നടത്തുന്ന കമ്പനി പ്രകൃതിക്ക് ചൂഷണം നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എനിക്കെതിരെ പരാതി കൊടുക്കുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് എന്നതിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു നാട്ടിൽ ഒരു കമ്പനി വരുന്നതിന് മുമ്പ് അവിടെ പഠനം നടത്തി അതിന് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അത് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ പുതിയ പ്രപ്പോസൽ അനുസരിച്ച് കമ്പനി ആരംഭിക്കാം, കമ്പനി ആരംഭിച്ചതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഈ ക്ലിയറൻസ് വാങ്ങിച്ചാൽ മതി. ഇനി നാളെ ക്ലിയറൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതിന് ഫൈൻ അടച്ചാൽ മതി. LG പോളിമർ വിശാഖപട്ടണത്ത് നടന്ന അപകടം നമ്മളെല്ലാവരും വാർത്തയിൽ കേട്ടിട്ടും വായിച്ചിട്ടും അധികം കാലമായിട്ടില്ല. ആ കമ്പനിയും ഇത്തരത്തിലുള്ള ഒരു അസസ്മെന്റ് നടത്താതെയാണ് പ്രവർത്തിച്ചിരുന്നത്. അടുത്തൊരു സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന 100 മീറ്ററിൽ എന്ത് കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് സാധാരണക്കാരനോട് പറയേണ്ട ബാധ്യത സർക്കാരിനില്ല. അതെല്ലാം ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പുതിയ പ്രപ്പോസലിൽ ഈ 100 മീറ്റർ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആക്കിയായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന 100 കിലോമീറ്ററിൽ എന്ത് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാലും സർക്കാർ നടത്തുന്ന എന്ത് തരത്തിലുള്ള പ്രോജക്റ്റുകളെ കുറിച്ചും അവിടെയുള്ള ആളുകളോടോ വെളിയിലുള്ള ആളുകളോടോ പറയാനുള്ള ബാധ്യത ഗവൺമെന്റിനില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുള്ള വളരെ വലിയ ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്. അവിടെയുള്ള ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു മാർഗമായിട്ടായിരിക്കാം നാളെ ഈ ഒരു പ്രപ്പോസലിലുള്ള ഈ ഒരു ഭാഗം ദുരുപയോഗം ചെയ്യപ്പെടാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടതാണ്. 70 മീറ്റർ വീതിയിൽ കൂടുതലുള്ള റോഡുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ആ നാട്ടിൽ ഒരു അസസ്മെന്റ് നടത്തേണ്ടതോ ആ നാട്ടിലുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതോ എന്നാണ് നമ്മളുടെ പ്രപ്പോസലിൽ പറയുന്നത്.
കേട്ട് കഴിയുമ്പോൾ പ്രശ്നമില്ല എന്ന് തോന്നുമെങ്കിലും ഇതിൽ വലിയൊരു അപകടമുണ്ട്. നമ്മളുടെ നാട്ടിലുള്ള നാഷണൽ ഹൈവേകളായാലും സ്റ്റേറ്റ് ഹൈവേകളായാലും ബഹുഭൂരിപക്ഷവും 60 മീറ്ററിൽ താഴെ മാത്രം വീതിയുള്ളതാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മളുടെ നാട്ടിൽ നാളെ ഒരു റോഡ് വികസനം ഉണ്ടായി കഴിഞ്ഞാൽ 60 മീറ്റർ ഉള്ള റോഡ് വികസനം അല്ലെങ്കിൽ 70 മീറ്റർ വരെയുള്ള ഒരു റോഡ് വികസനം ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും സാധാരണക്കാരനോട് ചോദിക്കാനോ അവന് ഏതെങ്കിലും തരത്തിൽ ഇതിനെ എതിർക്കുവാനോ ഉള്ള അവകാശം ഇല്ലാതായി മാറുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് എന്ന് പറഞ്ഞത്, അതായത് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് ക്ലിയറൻസ് വേണം. B2 എന്ന് പറയുന്ന ഒരു പുതിയ കാറ്റഗറി ഉണ്ടാക്കി നമ്മൾ കാണുന്ന ബഹുഭൂരിപക്ഷം കമ്പനികളെയും ഈ കാറ്റഗറിയിലേക്ക് മാറ്റി ഈ ക്ലിയറൻസിൻ്റെ എക്സെപ്ഷൻ ആണ് ഇവർക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്ന തരത്തിലാണ് പുതിയ പ്രപ്പോസൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഡിഫൻസ് പ്രോജക്റ്റുകളുടെ കാര്യം ഗവൺമെൻറ് സാധാരണക്കാരെ അറിയിക്കേണ്ടതില്ല. അതുപോലെ തന്നെ പുതിയൊരു കാറ്റഗറി കൂടെ ഗവൺമെൻറ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രാറ്റജിക് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് രാജ്യത്തിന് തന്ത്രപരമായിട്ട് പ്രാധാന്യമുള്ള ചില പ്രോജക്റ്റുകൾ എന്നുള്ള പേരിൽ വരുന്ന പ്രോജക്റ്റുകൾക്കും ഇത്തരത്തിൽ അവിടെ എന്താണ് നടക്കുന്നതെന്നോ എന്ത് കൺസ്ട്രക്ഷനാണ് നടക്കുന്നതെന്നോ അവിടെ ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമോ ഒന്നുമില്ല. ആളുകളോട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നാളെ നിങ്ങളുടെ നാട്ടിൽ ഒരു കമ്പനി വരികയും ആ കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാലും ഇത് സ്ട്രാറ്റജിക് പ്രോജക്റ്റ് ആണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരവും അവകാശവും നിഷേധിക്കപ്പെടുകയാണ്. പിന്നീടുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 20,000 സ്ക്വയർ മീറ്റർ, അത് ഏകദേശം ഒരു 5 ഏക്കർ സ്ഥലത്തിൽ വരുന്ന ഒരു കൺസ്ട്രക്ഷനോ ഒരു കമ്പനിയോ വരികയാണെങ്കിൽ ഈ 5 ഏക്കറിന് താഴോട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ പരിസ്ഥിതി ആഘാത പഠനം നടത്തേണ്ട ആവശ്യമില്ല. അതിന് മുകളിലോട്ടാണെങ്കിൽ അത്തരത്തിലൊരു പഠനം നടത്തി ആ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റുകയുള്ളൂ. പക്ഷേ പുതിയ പ്രപ്പോസൽ അനുസരിച്ച് 20,000 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് 1,50,000 സ്ക്വയർ മീറ്റർ ആക്കിയായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അതായത് ഏകദേശം 37-40 ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പടുകൂറ്റൻ കൺസ്ട്രക്ഷന് പോലും ഇത്തരത്തിലുള്ള ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയെ വളരെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നതിനായിട്ട് വൻകിട കമ്പനികൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്ന തരത്തിലാണ് പുതിയ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് ഡ്രാഫ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലാകുന്നു? ഇത് വളരെ വലിയ തോതിൽ പ്രകൃതിയെയും മനുഷ്യനെയും ദോഷകരമായി ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത്തരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കാണിക്കുന്ന മെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കണം. ഇപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാനുള്ള പറയാനുള്ള അവസരമുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 11-ാം തീയതിയാണ്. ഇതിനുശേഷം നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ നമ്മൾക്കൊരു വേദിയില്ല. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വളരെയേറെ വിലപ്പെട്ടതാണ്. നാളെ മാസ്ക് പോലും ധരിക്കാൻ മടി കാണിക്കുന്ന നമ്മളുടെ മക്കൾ നാളെ ഓക്സിജൻ മാസ്ക് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരവസ്ഥ നോക്കി നിർവികാരത്തോടു കൂടി നിൽക്കേണ്ടതായിട്ട് വരും. പ്രകൃതി എന്ന് പറയുന്നത് അത്ര വലിയ തോതിൽ ചൂഷണം ചെയ്യപ്പെടാൻ പോവുകയാണ്. വരാൻ പോകുന്ന വൻകിട കമ്പനികളുടെ എല്ലാം ലക്ഷ്യം ലാഭം തന്നെയാണ്. വികസനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിപ്പോൾ പറയുന്ന ഏറ്റവും പുതുതായിട്ട് നമ്മൾ പറയുന്ന സുസ്ഥിര വികസനത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ളൊരു വികസനമല്ല നമ്മൾക്ക് വേണ്ടുന്നത്. നമ്മളുടെ മലകളും നമ്മളുടെ പുഴകളും നമ്മളുടെ കുടിവെള്ളവും നമ്മൾക്ക് കിട്ടുന്ന ശുദ്ധവായുവും നമ്മൾക്ക് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തെയും വികസനമെന്ന് നമ്മൾക്ക് വിളിക്കാൻ പറ്റില്ല. നമ്മളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ അവകാശമാണ്, നമ്മളുടെ ധാർമ്മികമായിട്ടുള്ള ബാധ്യതയാണ്. പ്രകൃതിയെ മനുഷ്യനെയും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് 2020 ഡ്രാഫ്റ്റിനെതിരെ നിങ്ങൾ ഓരോരുത്തരും ശബ്ദമുയർത്തണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദമാണ് ഗവൺമെന്റിന് ഈ ഒരു കാര്യത്തിൽ ഒരു പുനർചിന്തയ്ക്ക് ഇടയാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു. നമസ്കാരം.